ശ്രദ്ധിക്കാം ദൈവവചനം. ഒന്ന് യോഹന്നാൻ്റെ ലേഖനം, ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ജോൺ, അതിൻ്റെ ഒന്നാം അധ്യായത്തിനകത്തെ ഒന്നാം വാക്യം. ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ജോൺ ചാപ്റ്റർ 1 വേഴ്സ് 1. ഒന്ന് യോഹന്നാൻ്റെ ലേഖനം ഒന്നാം അധ്യായം ഒന്നാം തിരുവചനം. വചനം ഇങ്ങനെ പറയുന്നു: വി പ്രൊക്ലെയിം ടു യു ദ വൺ ഹു എക്സിസ്റ്റഡ് ഫ്രം ദ ബിഗിനിങ്, whom we have heard and seen. We saw him with our own eyes and touched him with our own hands. He is the word of life. എന്ന് വെച്ചാൽ ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ഞങ്ങൾ അറിയിക്കുന്നു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഈ ഒന്ന് യോഹന്നാൻ്റെ ഒന്നിനകത്തും യോഹന്നാൻ്റെ സുവിശേഷം ഒന്നിനകത്തും സെയിം കാര്യങ്ങളാണ് പറയുന്നത്. യോഹന്നാന് പറയാൻ യോഗ്യതയുണ്ടായിരുന്നു. യോഹന്നാൻ പറയുന്നത്, ആദ്യം മുതലേ ഉണ്ടായിരുന്നവൻ, ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും ഞാൻ തൊട്ടതും ഞാൻ രുചിച്ചതും ഞാൻ അറിഞ്ഞതും ഒക്കെയായ കർത്താവിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. ഭയങ്കര ഒത്തോറിറ്റി ഉണ്ടായിരുന്നു യോഹന്നാന് ഇത് പറയാൻ. കൂടെ നടന്നു. ഇത് ഏതോ ഒരു കുറേ തലമുറകൾക്ക് അല്ലെങ്കിൽ എത്രയോ നാളുകൾക്കല്ല, ഈ 2000 ആണ്ടുകൾക്കകത്ത് നടന്ന സംഭവമാണ്. യേശു കർത്താവ് വന്നു, യേശു കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്തു, യേശു ഇവരെ തൊട്ട് ഇവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. ഇതെല്ലാം നടന്ന ഈ വ്യക്തിയാണ് പറയുന്നത്, ഞാൻ യേശുവിനെ കണ്ടു, ഞാൻ യേശുവിനെ തൊട്ടു, ഞാൻ യേശുവിനെ രുചിച്ചറിഞ്ഞു, ഞാൻ യേശുവിൻ്റെ കൂടെ ഇരുന്നു, നടന്നു, കിടന്നു. ഈ പ്രാഗൽഭ്യത്തോടെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇറ്റ് ഈസ് വിത്ത് ദിസ് അതോറിറ്റി ദാറ്റ് ഐ എം റൈറ്റിംഗ് ടു യു. ഹല്ലേലൂയ. പറയാൻ വകയുണ്ടായിരുന്നു അല്ലേ? ഇന്ന് ഒരു ചലഞ്ച്. ഇത് പരിശുദ്ധാത്മാവ് വന്ന് കഴിഞ്ഞ് യോഹന്നാൻ ഇതൊക്കെ എഴുതിയത്. യേശുവിൻ്റെ കൂടെ നടന്നു, എല്ലാം അത് കഴിഞ്ഞ് യേശുവിൻ്റെ അടക്കം എല്ലാം കണ്ടു, യേശു ഉയർത്തെഴുന്നേക്കുന്ന കണ്ടു, അത്ഭുതങ്ങൾ കണ്ടു. എന്നിട്ട് ഈ യോഹന്നാൻ്റെ മേലും പത്രോസിൻ്റെ മേലും ഒക്കെ പരിശുദ്ധാത്മാവ് വന്ന് ഇവരുടെ കയ്യാൽ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചു. ഇതൊക്കെ കഴിഞ്ഞ് എഴുതിയതാ ഈ യോഹന്നാൻ്റെ ലേഖനം. സ്തോത്രം. ഇങ്ങനെ യോഹന്നാൻ എഴുതണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും എത്ര അധികം എഴുതണം അല്ലേ? സ്തോത്രം. യോഹന്നാൻ കൂടെ നടന്ന് അനുഭവിച്ചിട്ട് യോഹന്നാൻ ഈ ലേഖനമൊക്കെ എഴുതുക. സ്തോത്രം. യോഹന്നാൻ ഇത് പറയാൻ വകയുണ്ട്. അത്ഭുതവാനായവനും ഹല്ലേലൂയ, ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പും ഒക്കെ ഉണ്ടായിരുന്നവൻ, ഇവൻ വഴി അത്ഭുതം നടന്നു എന്ന് പറയാൻ ഹല്ലേലൂയ പ്രാഗൽഭ്യമുണ്ട്. സ്തോത്രം. എന്ന് വെച്ചാൽ അവരുടെ കയ്യാൽ അത്ഭുതങ്ങൾ നടക്കുമായിരുന്നു, അവരുടെ കയ്യാൽ വലിയ വീര്യപ്രവൃത്തികളൊക്കെ നടക്കുമായിരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവൻ സകലതും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയവൻ്റെ കയ്യിൽ സകല ശക്തിയുമുണ്ട് എന്നവർ രുചിച്ചും തിരിച്ചും അറിഞ്ഞവരാ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഓരോരുത്തരും എത്രയധികം അതിലും അധികം ശ്രേഷ്ഠമായിട്ടുള്ളവരാ. എന്നുവെച്ചാൽ അവർ അറ്റ്ലീസ്റ്റ് കണ്ടിട്ടാണ്, യേശുവിനെ കണ്ടു, അവർ യേശുവിനെ തൊട്ടു, അവർ യേശുവിൻ്റെ കൂടെ നടന്നു, ഇരുന്നു ഒക്കെ ചെയ്തു. എന്നിട്ടാണ് അവർ കാണുന്നത്, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് അത്ഭുതങ്ങൾ കാണുന്നത്. അതിലും എത്രയോ അധികമാണ് നമ്മൾ ഓരോരുത്തരും. എന്താന്ന് വെച്ചാൽ യേശു കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, തോമസിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, കാണാതെ വിശ്വസിക്കുന്നവരാ ഭാഗ്യവാന്മാരെന്ന്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നിങ്ങളും ഞാനും എത്രയധികം പുകഴ്ത്തി പറയണം. ഹല്ലേലൂയ. എന്നെ തൊട്ടവനും ഞാൻ കണ്ടില്ലേലും എന്നെ കണ്ടവനും, ഹല്ലേലൂയ, ഞാൻ അവനെ കണ്ടിട്ടില്ലേലും ഞാൻ അവനെ ദർശിച്ചതും ഒക്കെ എന്ന് പറഞ്ഞ് നമ്മൾ എത്രയധികം പുകഴ്ത്തണം. നമ്മൾ ഏത് സാഹചര്യത്തിനകത്ത് പെട്ടാലും നാം ആത്മാവിലാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ യേശു കർത്താവിനെ എത്രയധികം വർണ്ണിക്കണം. അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിനകത്ത് വരുമ്പോൾ നമ്മൾ കാണുന്നു, ആത്മാവ് നിറഞ്ഞ്, പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ഈ അപ്പോസ്തലന്മാരുടെ കയ്യാൽ ഓരോ അത്ഭുതങ്ങൾ നടക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 5-ന്റെ 12 താഴോട്ടും, ആക്ട്സ് ചാപ്റ്റർ 5 വേഴ്സ് നമ്പർ 12 ഓൺവേർഡ്സ്, അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായം 12-ാം തിരുവചനം തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു അവിടെ ഭയങ്കര അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നു. എന്താ? ഇവർ
കണ്ടതും തൊട്ടതും കൂടെ നടന്നതും ഇരുന്നതും ആയ ഈ വ്യക്തി ഇപ്പം ഇവരുടെ അകത്ത് വസിക്കുക. ഹല്ലേലൂയ. ഈ മഹാദൈവം ഇവരുടെ അകത്ത് വസിക്കുക. ഇവരുടെ അകത്ത് വസിച്ചിട്ട് ഇത്രയും നാളും യേശു ചെയ്ത കാര്യം എന്ന് വെച്ചാൽ യേശുവിൻ്റെ അടുത്ത് മുടന്തര് വന്നു, ചെകിടര് വന്നു, കുരുടര് വന്നു, ഇവരൊക്കെ യേശു ഒന്ന് തൊട്ടു, യേശു ഒന്ന് നോക്കിയപ്പോഴത്തേക്ക് ഭയങ്കര അത്ഭുതം നടന്നു. ഇപ്പം ഈ അത്ഭുതവാനായവൻ ഈ അപ്പൊസ്തലന്മാരുടെ അകത്തു വസിച്ചിട്ട് യേശു കർത്താവ് പറഞ്ഞു, ഞാൻ ചെയ്തതിലും വലിയ അത്ഭുതങ്ങളും അതിശയങ്ങളും നിങ്ങൾ ചെയ്യുമെന്ന്. ഇപ്പം നമ്മൾ കാണുന്നു യേശുവിനെക്കാട്ടിലും അത്ഭുതമായ ചില കാര്യങ്ങൾ ഇവരുടെ കയ്യാൽ നടക്കുന്നു. ഇവിടെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 5:15 വായിക്കുമ്പം തിരുവചനം പറയും, 15-16 വായിക്കുമ്പം പറയുന്നു, ഈ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയാൽ രോഗികൾ അവിടെ കൊണ്ടുവന്നു, അവര് വഴിയരികത്ത് അവരുടെ കിടക്കകൾ ഇട്ടു, എന്നിട്ട് പത്രോസിന്റെ നിഴൽ അവരുടെ മേൽ വീണപ്പം അവരൊക്കെ സൗഖ്യമായി. ഓ, മഹാ അത്ഭുതം. ഹല്ലേലൂയ. എന്നിട്ട് അതിന്റെ 16 പറയുന്നു, സ്തോത്രം. അതൊന്ന് വായിച്ചു. അതുകൂടാതെ യെരുശലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നു പുരുഷാരം വന്ന് കൂടി രോഗികളെയും അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും കൊണ്ടുവരികയും അവരെല്ലാവരും സൗഖ്യം പ്രാപിച്ചു. സ്തോത്രം. ഇത് ഇന്നും നടക്കും. വിശ്വസിക്കുന്നവരാൽ ഇന്നും നടക്കും. എന്നാ വെച്ചാൽ ഓരോ അപ്പൊസ്തലന്മാരും യേശുവിൻ്റെ കൂടെ നടന്നെല്ലാം കഴിഞ്ഞ് യേശു കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് അപ്പൊസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ഇവർ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ ഇവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വന്നു. സ്തോത്രം. എന്നിട്ടാണ് ഈ അത്ഭുതങ്ങൾ നടക്കുന്നത്. നമ്മളുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വന്നിട്ടില്ലേ? നമ്മളും പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്കകത്തുമൊക്കെ പോയി നമ്മളെ അഭിഷേകം ചെയ്തിട്ടില്ലേ? അറിഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയ. നമ്മളുടെ ശരീരത്തിൽ അനുഭവിച്ചിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ ആത്മസ്നാനം അനുഭവിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. എന്നാ ഇന്ന് ആഗ്രഹമുള്ളവർ ഇതിൻ്റെ മേൽ കൈ വെച്ചിട്ട് പ്രാർത്ഥിക്കണം, എൻ്റെ കയ്യാലും ഈ അത്ഭുതം നടക്കണം. ആർക്കൊക്കെ ആഗ്രഹമുണ്ട് വഴിയിൽ നടന്നു പോകുമ്പോൾ രോഗികൾ സൗഖ്യമാകണം മെന്ന്? സ്തോത്രം. എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്നവരൊക്കെ ഏറ്റെടുക്കണം. ഇതെന്തോ യേശു കർത്താവ് വരുന്നതിന് മുമ്പ് നടന്നതല്ല. യേശു വന്ന് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പുതിയ നിയമസഭയ്ക്ക് കൊടുത്ത അധികാരമാ പത്രോസിൻ്റെ മേലും യോഹന്നാൻ്റെ മേലും എല്ലാ ശിഷ്യന്മാരുടെ മേലും കൊടുത്തത്. സ്തോത്രം. അന്ന് അത്ഭുതം നടക്കുമെങ്കിൽ ഇന്നും അതിന് നടക്കാൻ സാധ്യതയുണ്ട്. യേശു പറഞ്ഞത്, ഞാൻ ചെയ്തതിലും വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ കയ്യാൽ നടക്കുമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. പത്രോസിനാൽ നടന്നില്ലേ? യേശുവിൻ്റെ കൂടെ നടക്കാത്ത പൗലോസിന് നടന്നില്ലേ ഇത്? ഹല്ലേലൂയ. പൗലോസിൻ്റെ തൂവാല കൊണ്ട് തൂക്കിയിടുമ്പോഴത്തേക്ക് അവിടെ രോഗി സൗഖ്യമാവുന്നില്ലായിരുന്നോ? പൗലോസിൻ്റെ തൂവാല ഇടുമ്പോഴത്തേക്ക് ഹല്ലേലൂയ ഭൂതം പിടിച്ചതുങ്ങൾ ഭൂതം അലറി പോകത്തില്ലായിരുന്നോ? അങ്ങനെ നടക്കുമെങ്കിൽ ഇന്ന് ഹല്ലേലൂയ കാണാതെ വിശ്വസിച്ച് ഈ പുതിയ നിയമസഭയുടെ അവകാശിയായി, പുതിയ നിയമസഭയുടെ അനുഗ്രഹമായി ഹല്ലേലൂയ നിൽക്കുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും കയ്യാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നടന്നേ പറ്റൂ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു വിഷയമുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി, അവിടെ അത്ഭുതം നടക്കും. നമ്മുടെ അയൽവക്കത്തൊരു വിഷയമുണ്ടെങ്കിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന അത്ഭുതം നടക്കാൻ വേണ്ടി ഹല്ലേലൂയ നമ്മൾ നടന്നു പോകുന്ന വഴികളിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം. ഹല്ലേലൂയ. ഇവർക്ക് എങ്ങനെ ഇത് സാധിച്ചു? ഇവർക്ക് സാധിക്കാൻ കാരണമുണ്ട്. ഇവരുടെ അകത്തുനിന്ന് ബോധ്യം നഷ്ടപ്പെട്ടില്ല യേശു ഇവരുടെ കൂടെയുണ്ടെന്ന്. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 28-ാം അധ്യായം ആ വാക്യം ഒന്ന് നമുക്കൊന്ന് വായിക്കാം. മത്തായി സുവിശേഷം 28:18 യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു വാക്യമുണ്ട്. ഹല്ലേലൂയ. ജീസസ് came and told his disciples, I have given all authority in heaven and on earth. ഹല്ലേലൂയ. എന്ന് വായിച്ചേ. യേശു അടുത്തിയെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആമേൻ. സ്തോത്രം. ഐ ഹാവ് ബീൻ ഗിവൻ ഓൾ, എനിക്കിതെല്ലാം തന്നിരിക്കുന്നു. അതുകൊണ്ട് 19 ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ആമേൻ. ഹല്ലേലൂയ. മതി. അപ്പം യേശു എന്താ പറഞ്ഞേ? എനിക്ക് ആകാശത്തും ഭൂമിയിലും സകലത്തിലുമുള്ള അധികാരം എനിക്ക് തന്നിട്ടുണ്ട്.
അത് കാരണം നിങ്ങൾ പോകുക. ഹല്ലേലൂയ. നിങ്ങളുടെ കൂടെ ഞാൻ ലോകാവസാനത്തോളം ഉണ്ട് എന്ന് വാക്ക് പറഞ്ഞ കർത്താവ്, സ്തോത്രം. ഈ ബോധ്യം ഇവരുടെ അകത്ത് കിടപ്പുണ്ടായിരുന്നു. ബോധ്യം ഇവരുടെ അകത്ത് കിടക്കുന്നത് കൊണ്ട് ഇവർക്കൊരു ഉറപ്പുണ്ടായിരുന്നു, ഇവർ നടന്നു പോകുന്നിടത്ത് അത്ഭുതം നടക്കും. ഇവർക്കൊരു ഉറപ്പുണ്ടായിരുന്നു, ഇവരുടെ നിഴല് വീണാൽ രോഗി സൗഖ്യമാകും. ഇവർക്ക് ഉറപ്പുണ്ടായിരുന്നു, ഹല്ലേലൂയ, ഒരാളുടെ കണ്ണിലോട്ട് നോക്കിയാൽ ഹല്ലേലൂയ അവരെക്കുറിച്ചുള്ള സകല കാര്യങ്ങളും വെളിപ്പെടുമെന്ന്. എന്താ? ഇവരുടെ അകത്ത് ബോധ്യമുണ്ടായിരുന്നു. ഇന്ന് പറഞ്ഞേ, എൻ്റെ അകത്തെ ബോധ്യം വർദ്ധിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഈ ബോധ്യമുള്ള യോഹന്നാനാ പറഞ്ഞേ, എനിക്കറിയാം ഞാൻ ആരെക്കുറിച്ചാണ് എഴുതുന്നേ, എനിക്കറിയാം ഞാൻ ആരെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നേ. ഞാൻ കണ്ടതും തൊട്ടതും കൂടെ ഇരുന്നതും നടന്നതും അവൻ്റെ കയ്യാൽ അത്ഭുതങ്ങൾ കണ്ടു. ഇപ്പം എൻ്റെ കയ്യാലും അത്ഭുതം നടക്കുന്നു. എന്താ? എൻ്റെ അകത്ത് ഈ ബോധ്യമുണ്ട്, യേശു എൻ്റെ അകത്ത് വസിക്കുന്നുവെന്ന്. ഈ ബോധ്യം നമ്മുടെ അകത്ത് നഷ്ടപ്പെടാതിരിക്കട്ടെ. ഹല്ലേലൂയ. ഈ ബോധ്യമുള്ളപ്പോൾ എന്താ സംഭവിക്കുന്നത്? എഫെസ്യരുടെ ലേഖനത്തിനകത്ത് നമ്മൾ വരുമ്പോൾ 6-ാം അധ്യായം, ഹല്ലേലൂയ, എഫെഷ്യൻസ് ചാപ്റ്റർ 6, ഹല്ലേലൂയ, അതിൻ്റെ 18-നകത്ത് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്. Pray in the Spirit at all times and on every occasion. Stay alert and be persistent in your prayers for all believers everywhere. ഒന്ന് വായിച്ചേ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ ഏത് നേരത്തും പ്രാർത്ഥിച്ചും മതി. ഹല്ലേലൂയ. അപ്പം വചനം പറയുന്നു, പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഏത് നേരത്തും ആത്മാവിൽ ആയിരിക്കാൻ. ഹല്ലേലൂയ. നമ്മൾ ആത്മാവിലായിരിക്കുമ്പോൾ നമ്മൾ എവിടെ? നമ്മൾ ആത്മാവിൻ്റെ ഭാഷ പറയുക. ആത്മാവിൻ്റെ ഭാഷ പറയുമ്പം നമ്മൾ ആത്മലോകത്താണ്, അല്ലേ? ഹല്ലേലൂയ. നമ്മൾ ഈ ഭൂമിയിൽ നമ്മളൊരു സാധനം കടയിൽ ചെന്ന് മേടിക്കണമെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം. നമ്മൾ ആ രാജ്യത്തെ കറൻസി നമ്മൾ കൊടുക്കണം. ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യൻ റുപ്പീസ് കൊടുക്കണം, യു കെയിലാണെങ്കിൽ യു കെയിലെ പൗണ്ട്സ് കൊടുക്കണം, അല്ലേ? ഹല്ലേലൂയ. നമ്മൾ ആ രാജ്യത്തെ കറൻസി നമ്മൾ കൊടുത്താൽ മാത്രമേ നമുക്ക് ആ കടയിൽ പോയി സാധനങ്ങൾ മേടിക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് ദൈവരാജ്യത്തിനകത്ത് വ്യാപാരം നടക്കണമെങ്കിൽ, ഹല്ലേലൂയ, നാം ഭൂമിയിലാണ് ജീവിക്കുന്നെങ്കിലും ദൈവരാജ്യത്തിനകത്തെ വ്യാപാരം, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നടക്കണമെങ്കിൽ ആത്മീയ ലോകത്തൊരു കറൻസി ഉണ്ട്. ഹല്ലേലൂയ. അത് ആത്മാവാണ്, പരിശുദ്ധ ആത്മാവാണ്. ഇത് തിരിച്ചറിഞ്ഞ പൗലോസ് അപ്പോസ്തലൻ പറയുക, നിങ്ങൾ എപ്പോഴും ആത്മാവിലായിരിക്കാൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും, സ്തോത്രം, അന്യഭാഷയും സ്തുതിയും സ്തോത്രവും പറഞ്ഞ്, ഹല്ലേലൂയ, പരിശുദ്ധ ആത്മാവിനോടുള്ള ഒരു കൂട്ടായ്മയ്ക്കകത്ത് നടക്കാൻ. ഹല്ലേലൂയ. ഇങ്ങനെ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ കറൻസി ഉണ്ടല്ലോ, പരിശുദ്ധ ആത്മാവെന്ന് പറഞ്ഞ കറൻസി, ഈ കറൻസി, ഹല്ലേലൂയ, ചില ആത്മീയ അത്ഭുതങ്ങളെ അങ്ങോട്ട് ഇനീഷ്യേറ്റ് ചെയ്യും. ആത്മീയ അത്ഭുതങ്ങളെ നമ്മളുടെ മുൻപിൽ യാഥാർത്ഥ്യമാക്കി തീർക്കും. അവിടെ ഞാൻ പ്രാർത്ഥിച്ചാൽ അത്ഭുതം മാത്രമേ നടക്കത്തുള്ളൂ. സ്തോത്രം. അവിടെ ഞാൻ നടന്നാൽ അവിടെ രോഗി സൗഖ്യമാകും. അവിടെ ഞാൻ കൈവച്ചാൽ രോഗങ്ങൾ വിടുവിക്കപ്പെടും. ഹല്ലേലൂയ. ഞാൻ ആ ആത്മലോകത്തിനകത്ത് ഞാൻ ജീവിച്ച് ആത്മാവിലായിരിക്കുമ്പോൾ, സ്തോത്രം, കർത്താവിന് എൻ്റെ അകത്തൂടെ മറ്റുള്ളവരുടെ ജീവിതത്തിനകത്ത് അത്ഭുതം ചെയ്യാൻ സാധിക്കും. ഇവർക്കിതിനെക്കുറിച്ച് തിരിച്ചറിവുണ്ടായിരുന്നു. ഇന്നൊന്ന് പറഞ്ഞേ, കർത്താവെ, എൻ്റെ അകത്ത് ആ തിരിച്ചറിവൊന്ന് വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ആഗ്രഹമില്ലേ കയ്യാൽ അത്ഭുതങ്ങൾ നടക്കാൻ? അതോ എപ്പോഴും ആരെങ്കിലും വിളിച്ചിട്ട് എൻ്റെ വീട്ടിലൊന്ന് വന്നേ, ഒന്ന് തലേ കൈവച്ചേ, ഒന്ന് ഇതൊന്ന് വിഷയം മാറ്റിക്കേ? നോ. ഹല്ലേലൂയ. ഇന്ന് നമ്മളെ ഓരോരുത്തരെയും യേശു കർത്താവിനാൽ പ്രാപ്തരാക്കിയിട്ടുണ്ട്. ഇന്ന് വീണ്ടും ഒന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, എനിക്ക് ആത്മലോകത്ത് വസിക്കണം. ഹല്ലേലൂയ. എൻ്റെ അകത്ത് ഈ അറിവ് വർദ്ധിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. എന്തറിവാണ്? ഞാൻ ആത്മാവിലാ, ഞാൻ ക്രിസ്തുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാ, ഞാൻ ആത്മാവിലും, ഹല്ലേലൂയ, ഞാൻ യേശുവിനകത്തും യേശു എൻ്റെ അകത്തും ആണെന്നുള്ളൊരു ബോധ്യം. അപ്പം ഈ അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ഇവരുടെ കയ്യാൽ നടക്കുന്നേ, അതിലും മഹാ അത്ഭുതം പിന്നെ ഇവർ കാണുക. അപ്പോസ്തലപ്രവൃത്തി 5-നകത്ത് അതിൻ്റെ 17 തൊട്ട് താഴോട്ടൊരു ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു, ഇവരുടെ കയ്യാൽ അത്ഭുതങ്ങൾ നടന്നപ്പം അവിടെ ഉണ്ടായിരുന്നവരൊക്കെ ഇവരോട് ഭയങ്കര ദേഷ്യമുണ്ടായി, ഇവരെ പിടിച്ച് ജയിലിനകത്തിട്ടു. ഞാൻ പലവരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഓ, യേശുവിനെ ഒരുപാട് അറിഞ്ഞ് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് സിസ്റ്ററെ, ഒരുപാട് പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ ആയപ്പം പ്രശ്നങ്ങൾ അങ്ങ് കൂടി. ഈ യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിയത് കൊണ്ടായിരിക്കും പ്രശ്നം. കണ്ടോ?
അങ്ങനെയാണെങ്കിൽ ഈ പത്രോസും യോഹന്നാനും കൂട്ടുകാരും ഒക്കെ പറയേണ്ടതല്ലേ, അവർ പറയേണ്ടതല്ലേ ഈ യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിക്കഴിഞ്ഞപ്പം വലിയ പ്രശ്നമാണെന്ന്. ഇവരുടെ കയ്യാൽ അത്ഭുതങ്ങൾ നടക്കുന്നു, ഇവർ നടന്നു പോയപ്പം നിഴലടിക്കുമ്പോൾ രോഗി സൗഖ്യമാകുന്നു, ഭൂതങ്ങൾ അലറിയോടുന്നു. അത് കഴിഞ്ഞ് ദേ ഒരുപാട് വിശ്വാസികളുടെ ജീവിതത്തിനകത്ത് നടക്കുന്ന ഇവരുടെതിനകത്തും സംഭവിച്ചു. ചുറ്റിനും ആൾക്കാർ വന്നിട്ട് ഗറാവോ ചെയ്തിവരെ. ഇവരോട് പറഞ്ഞ് ഇനി മിണ്ടിപ്പോയേക്കല്ല്, ഇനി അങ്ങനത്തെ ഒരു നാമം പറഞ്ഞേക്കല്ല്. ഇവരെ എല്ലാവരെയും എടുത്തു പിടിച്ച് ജയിലിനകത്ത് കൊണ്ടിട്ടു. ഇവരെ പൂട്ടി. ഹല്ലിയ. 1-ാം പൂട്ട്, 2-ാം പൂട്ട്, 3-ാം പൂട്ട് എന്നൊക്കെ പറഞ്ഞ് ഇവരെ അങ്ങ് പൂട്ടി ബന്ധസ്ഥരാക്കി ജയിലിനകത്തിട്ടു. പക്ഷേ ഞാൻ പറയട്ടെ, ഇങ്ങനെയൊക്കെ ഞാൻ യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിയതിനെ പിന്നെ എനിക്ക് ഒരുപാട് പ്രതികൂലമുണ്ട്. ചിലവർ പറയും, അയ്യോ യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിയപ്പം സാത്താൻ തല പൊക്കിയതാ, വലിയ പ്രതികൂലമാണ്. മിണ്ടാതിരിക്കാൻ പറയണേ. ഹല്ലേലൂയ. നമ്മളുടെ മേലുള്ള അഭിഷേകത്തെ തൊടാതെ പിശാചിന് ഒരു കളിയും കളിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. തിരുവചനം നമ്മളോട് വ്യക്തമായി പറയുന്നു, അവൻ്റെ സകല ആയുധ വർഗങ്ങളും കാൽവരി ക്രൂശിൽ വെപ്പിച്ചു കർത്താവ്. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പം പല്ലില്ലാതെ പല്ലൊക്കെ ഉണ്ടെന്നുള്ള വിചാരത്തിൽ ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുന്ന പല്ലില്ലാത്ത വ്യക്തികളെ കണ്ടിട്ടില്ലേ? അവരുടെ വായയ്ക്കകത്ത് ആഹാരം ഇട്ടിട്ട് അവരിങ്ങനെ വായിക്കകത്തിട്ട് ഇങ്ങനെ മോണയിലിട്ട് ഇങ്ങനെ ഞൊണഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഞൊണയാൻ കഴിവുള്ളെന്നേ, കടിച്ചാലൊന്നും കടിയേക്കത്തില്ല. സ്തോത്രം. എന്താണെന്നറിയോ? ഇന്ന് പറഞ്ഞ് ഞാൻ യേശു കർത്താവിനോടൊപ്പമാണ് വസിക്കുന്നേ. ഹല്ലേലൂയ. യേശുവിനെ തൊടാതെ എന്നെ നിങ്ങളെയും തൊടാൻ പറ്റത്തില്ല. യേശുവിനോട് അടുക്കും തോറും പ്രതികൂലം വർദ്ധിക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇവർക്കൊരു ബോധ്യമുണ്ടായിരുന്നു. ഇവർ പ്രതികൂലം കണ്ടു. ഇന്നത്തെ കാലത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ 10 ദിവസം അവിടെ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും പോയി, അവൾ വലിയ പോരാട്ടമാണ് സിസ്റ്ററെ, ഇനിയൊന്നും ഞാൻ പോകുന്നില്ല, ഇനി ഞാൻ വേറെ എവിടെയെങ്കിലും അന്വേഷിക്കട്ടെ. അയ്യോ, അങ്ങനെയല്ല. ഇവരൊന്നും ചെയ്തില്ല. ഇവരെ പിടിച്ച് ജയിലിനകത്തിട്ടു. ഇവരെന്ത് ചെയ്തെന്നറിയോ? ഇവർക്കറിയാവുന്ന ഒരു കാര്യമുള്ളായിരുന്നു. ഇവർ ആത്മാവിലായിരുന്നു. സ്തോത്രം. അവിടെ നടന്ന അത്ഭുതം എന്താണെന്നറിയണോ? രാത്രിയിൽ വന്ന്, അപ്പോസ്തലപ്രവൃത്തി 5:19, ഹല്ലേലൂയ, രാത്രിയിൽ ദൂതൻ വന്നിട്ട് ഇവരെ ജയിലിനകത്തുനിന്ന് പുറത്തിറക്കി. ഹല്ലേലൂയ. എന്നിട്ട് ഇവരോട് പറഞ്ഞു, നിങ്ങൾ ദേവാലയത്തിൽ പോയി നിങ്ങൾ സുവിശേഷം പറയാൻ പറഞ്ഞു. സ്തോത്രം. ഇവർ ദേവാലയത്തിൽ പോയി സുവിശേഷം പറഞ്ഞു. പക്ഷേ രാത്രിയിൽ ഇവരെ ദൂതൻ വന്ന് വിടുവിച്ചില്ലേ? അടുത്ത ദിവസം രാവിലെ, ഹല്ലേലൂയ, പകൽക്കാലമായപ്പം ഇവർ സുവിശേഷം പറയുന്നു. പക്ഷേ ജയിലിൽ ഇവരെ പൂട്ടിയിട്ടവർ വന്ന് ജയിലിൽ നോക്കുമ്പം പൂട്ട് തുറന്നിട്ടില്ല. ഹല്ലേലൂയ. ഇവർ പൂട്ട് തുറക്കാതെ ഇവർ പുറത്തിറങ്ങി. ഈ അത്ഭുതം അകത്ത് കയറുന്നുണ്ടോ? നമുക്കൊന്ന് വായിക്കാം. അതിൻ്റെ 19 വായിച്ചേ. 5:19. രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗ്രഹവാതിൽ തുറന്നവരെ പുറത്തു കൊണ്ടുവന്നു. എന്നിട്ട് ഇനി അതിൻ്റെ 21 തൊട്ട് 22 തൊട്ടൊന്ന് വായിച്ച്. കാവൽ ഭടന്മാർ ചെന്നപ്പോ അവരെ കാരാഗ്രഹത്തിൽ കാണാതെ മടങ്ങി വന്നു. They didn't see them in the jail, they came back. കാരാഗ്രഹം നല്ല സൂക്ഷ്മതയോടെ പൂട്ടിയിരിക്കുന്നു. Oh, the jail was securely locked. കാവൽക്കാർ വാതിൽക്കൽ നിൽക്കുന്നതും ഞങ്ങൾ കണ്ടു. With the guards standing outside. തുറന്നപ്പോൾ അകത്ത് ആരെയും കണ്ടില്ലെന്ന്. But when we opened the gates, no one was there. ഈ അത്ഭുതം മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇവര് ജയിലിനകത്ത് കിടന്നപ്പോൾ ദൂതൻ വന്നിട്ട് ഇവരെ ജയിലിനകത്തുനിന്ന് പുറത്തിറക്കി. ഇവര് ദേവാലയത്തിൽ പോയി സുവിശേഷം പറയുക. ആൾക്കാർ ഇവരെ പൂട്ടിയവർ വന്നു നോക്കുമ്പം ജയിൽ തുറന്നിട്ടില്ല. പൂട്ടിക്കിടക്കുന്ന ജയിലിനകത്തുനിന്ന് ഇവർ പുറത്തിറങ്ങി. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് ചെയ്യുന്ന മഹാ അത്ഭുതം. ഈ അത്ഭുതം കണ്ട് യോഹന്നാനാണ് യോഹന്നാൻ്റെ ലേഖനത്തിനകത്ത് 1-ാം അധ്യായം 1-ാം വാക്യം എഴുതി വെച്ചിരിക്കുന്നേ. എനിക്കറിയാം ഞാൻ ആരെക്കുറിച്ചാണ് എഴുതുന്നത്. ഹല്ലേലൂയ. അവനെ ഞാൻ തൊട്ടതാ, അവനെ ഞാൻ അറിഞ്ഞതാ, അവൻ്റെ ശബ്ദം ഞാൻ കേട്ടതാ, അവൻ്റെ കയ്യെ ഞാൻ പിടിച്ചതാ, അവൻ്റെ മാറത്ത് ഞാൻ കിടന്നതാ. ഇന്ന് നമ്മളൊക്കെ അതിലും വലിയ അത്ഭുതങ്ങൾ കണ്ടിട്ട് ക്യാൻസർ സൗഖ്യമായി, മുടന്ത് മാറി, എല്ല് നേരെയായി, തകർന്ന കുടുംബജീവിതങ്ങളൊക്കെ ഒന്നായി, ഈ അത്ഭുതങ്ങളൊക്കെ കണ്ടിട്ടും നമ്മളൊക്കെ കല്ലിന് കാറ്റടിച്ചവരെ പോലെ ഇരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. വിഷയങ്ങൾ വരുമ്പോൾ പിന്നെയും ഇറങ്ങി ഓടി ബഹളം വെച്ച് അയ്യോ എന്തോ ആയി തീരും എന്ന് പറയും. ഞാൻ പറയട്ടെ, ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ അത്ഭുതം കണ്ടവർ ഇവരെന്ത് ചെയ്തു? ഇവർ മിണ്ടാതിരുന്നില്ല. ഇവർ ഓടി യേശുവിനെ കുറിച്ച് പറഞ്ഞു. ഹല്ലേലൂയ. ഇവർ ഓടി ഓടി നടന്ന് എവിടൊക്കെ
എവിടൊക്കെ എത്താമോ അവിടൊക്കെ എത്തി അവർ യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞു. ഹല്ലേലൂയ. എങ്ങനെ കർത്താവിന് ഇവരുടെ ജീവിതത്തിനകത്ത് അത്ഭുതം ചെയ്യാതിരിക്കാൻ സാധിക്കും? ഹല്ലേലൂയ. ജയിലറ പൂട്ടിക്കിടക്കുമായിരുന്നു, പക്ഷെ പൂട്ടിക്കിടന്ന ജയിലറയ്ക്കകത്തു നിന്ന് അവരെ പുറത്തിറക്കി. ഇന്ന് പറഞ്ഞേ, യേശുവിൽ വിശ്വസിക്കുന്ന എൻ്റെ ജീവിതത്തിനകത്ത് ഒരു വാതിലും പൂട്ടി നിൽക്കത്തില്ല. സ്തോത്രം. യേശുവിനെ വിശ്വസിക്കുന്ന എൻ്റെ ജീവിതത്തിനകത്ത് ഒരു താഴിട്ടും എന്നെ പൂട്ടാൻ പറ്റത്തില്ല. സ്തോത്രം. പറഞ്ഞേ, യേശുവിനെ വിശ്വസിച്ച് നിൽക്കുന്ന എൻ്റെ ജീവിതത്തിനകത്ത് ആർക്കും എന്നെ പൂട്ടിക്കെട്ടാൻ സാധിക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്താ പൗലോസ് പറഞ്ഞ കാര്യം? എപ്പോഴും ആത്മാവിലായിരിക്കാൻ. ഹല്ലേലൂയ. നാം ആത്മാവിലായിരിക്കും തോറും ആത്മലോകത്ത് നടക്കുന്ന അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും. ഹല്ലേലൂയ. ആത്മലോകത്തിൽ നടക്കുന്ന അതിശയങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് നടക്കും. നടന്നേ പറ്റൂ. ഹല്ലേലൂയ. നമ്മൾ ജീവിക്കുന്ന ഇന്ന് പറഞ്ഞ് എന്നോടൊപ്പം പറഞ്ഞേ, ഞാൻ യേശുവിലായതോടെ ഞാൻ ജീവിക്കുന്നത് ഭൂമിയിലാണേലും ഹല്ലേലൂയ ഞാൻ വസിക്കുന്നത് സ്വർഗത്തിലാണ്. ഹല്ലേലൂയ. നമ്മൾ വസിക്കുന്നത് സ്വർഗത്തിലാണ്. നമ്മൾ വസിക്കുന്നത് യേശുവിനോടൊപ്പം. നമ്മൾ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നേ പറ്റൂ. ഇത് ഞാൻ ഈ ഭാഗം വായിച്ചപ്പം, അപ്പോസ്തലപ്രവൃത്തി 5 ഈ തിരുവചന ഭാഗങ്ങൾ വായിച്ചപ്പം എന്നെ ഒരുപാട് അത് അതിശയിപ്പിച്ചു. എൻ്റെ മനസ്സിനകത്ത് വന്നത്, അവരുടെ ജീവിതത്തിൽ അത് നടക്കുമെങ്കിൽ പിന്നെന്താ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടക്കാൻ സാധിക്കാത്ത? നടക്കുമെന്നേ. ഹല്ലേലൂയ. അതാ കർത്താവ് പറഞ്ഞേ, നമ്മളെ ആർക്കും ബന്ധിക്കാൻ പറ്റത്തില്ല, നമ്മളെ ആർക്കും പിടിച്ചു കെട്ടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. പക്ഷെ എന്താണ് കൂടുതൽ വിശ്വാസികൾ പറയുന്നത്? പിശാചിൻ്റെ ബന്ധനമാണെന്ന്. ഹല്ലേലൂയ. കൂടുതൽ വിശ്വാസികളും പറയുന്ന ഒരു കാര്യമാണ്, യേശുവിനെ അറിയുന്നതിന് ഇന്നലെ ഞങ്ങൾ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. യേശുവിനെ അറിയുന്നതിന് മുമ്പൊക്കെ പറയും, അയ്യോ അത് ആരെങ്കിലുടെയും കണ്ണുനോട്ടമായിരിക്കും, ദോഷമായിരിക്കും, സമയത്തിൻ്റെ പ്രശ്നമായിരിക്കും എന്നൊക്കെ പറയുമായിരുന്നു. സമയം കാലം ഒന്നും ശരിയല്ലായിരുന്നു. പക്ഷേ യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴോ ആൾക്കാർ പിന്നെ പറയുന്നത് പിശാചിൻ്റെ ബന്ധനമാണെന്ന്. സ്തോത്രം. ഞാൻ പറയട്ടെ, ഒരു ജയിലിന് തൻ്റെ വിശ്വാസികളെ പൂട്ടിക്കെട്ടാൻ പറ്റത്തില്ലായിരുന്നുവെങ്കിൽ, സ്തോത്രം, പിശാചിന് എങ്ങനെ ബന്ധിക്കാൻ സാധിക്കും? ഹല്ലേലൂയ. പിശാചിന് നമ്മളെ ആരെയും ബന്ധിക്കാൻ സാധിക്കത്തില്ല. പിശാചിന് നമ്മൾ പറഞ്ഞ് ബന്ധിക്കാതിരുന്നാൽ മതി. സ്തോത്രം. ആത്മാവിലാണോ? ആത്മാവിനകത്ത് സ്വാതന്ത്ര്യമുണ്ട്. യേശു കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, where the spirit is, there is freedom. ആത്മാവുള്ളിടത്തോ സ്വാതന്ത്ര്യമുണ്ട്. ഹല്ലേലൂയ. ആത്മാവുള്ളിടത്തോ ജയമുണ്ട്. ആത്മാവുള്ളിടത്തോ അത്ഭുതം നടന്നേ പറ്റൂ. ഇന്ന് ഏതെങ്കിലും ഒരു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ടോ, അയ്യോ അതൊരു ബന്ധിക്കപ്പെട്ട അവസ്ഥയാണെന്ന്? പിശാച് പോലും തലചൊറിയും. എന്താണെന്ന് വെച്ചാൽ പിശാച് ഓർക്കും ഇവരാരാണെന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. സ്തോത്രം. ഇന്ന് ആരെങ്കിലും അങ്ങനെയൊക്കെ പറയുന്നുണ്ടോ? വിഷയങ്ങളെ നോക്കിയിട്ട് പറയുന്നുണ്ടോ, അയ്യോ ഇത് പിശാചിൻ്റെ തന്ത്രമാണെന്നും ഇത് പിശാചിൻ്റെ ഓരോ കളിയാണെന്നും ബന്ധനമാണെന്നും? ഇന്ന് അതവിടെ പറയുന്നത് നിർത്തട്ടെ. ഹല്ലേലൂയ. ഇന്ന് പറയണം, ഒരു ബന്ധനത്തിനും എന്നെ ബന്ധിക്കാൻ പറ്റത്തില്ല. ഇന്ന് പറയണം, ഒരു വാതിലിനും എന്നെ അടച്ചു വെക്കാൻ സാധിക്കത്തില്ല. പറയണം, ഒരു ചങ്ങലയ്ക്കും എന്നെ പൂട്ടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഞാൻ ആത്മലോകത്ത്, ഞാൻ ക്രിസ്തുവിനോടൊപ്പമാ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എൻ്റെ നേരെ ഒരു വാതിലും അടഞ്ഞു നിൽക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ സ്വാതന്ത്ര്യത്തിനകത്ത് വസിക്കും, ഞാൻ ഉയർച്ച അനുഭവിക്കും. ഹല്ലേലൂയ. ഞാൻ നന്മ അനുഭവിക്കും, ഞാനൊരു വിശാലത അനുഭവിക്കും. ഞാൻ നടന്നു പോകുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ. ഞാനൊരു അത്ഭുതമാ. വിളിച്ചു പറഞ്ഞേ, ഞാനൊരു അത്ഭുതമാ. ഹല്ലേലൂയ. വിളിച്ചു പറയണം, ഞാനൊരു അത്ഭുതമാ. യേശു കർത്താവ് പറഞ്ഞു, സകല അധികാരവും എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങി പുറപ്പെടുക. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ഇറങ്ങി പുറപ്പെടാൻ തയ്യാറാണോ? ഇന്ന് 10 പേരോട് ചെന്ന്, 10 പേരോടൊന്നും പറയണ്ട, ഒരു തീരുമാനമെടുത്ത് ഞാൻ ഒരാളോടെങ്കിലും യേശുവിനെ കുറിച്ച് പറയും. അങ്ങനെ പറയുമ്പോൾ 365 ദിവസം കൊണ്ട് 365 ആൾക്കാരോട് യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഒന്ന് പറഞ്ഞു നോക്കിക്കേ, അത്ഭുതം നടക്കുന്നത് കാണാൻ സാധിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എൻ്റെ യേശുവേ. ഹല്ലേലൂയ. ബന്ധിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന വിഷയത്തിനകത്തുനിന്ന് അങ്ങിന്ന് പുറത്തിറക്കിയിരിക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനമാക്കി തീർത്തിരിക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമത്തിൽ ആഗ്രഹിക്കുന്നവരുടെ മേൽ ഈ വലിയ അത്ഭുതം നടക്കട്ടെ. നടന്നു പോകുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്ന വണ്ണം അത്ഭുതങ്ങൾ നടക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.